നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇരട്ടിയാർ ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. മരിച്ചത് കായംകുളം സ്വദേശി അതുൽ ഹർഷ്. കാണാതായ അസൗരേഷിനായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. UDFന്റെയും BJPയുടെയും അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തൊഴിലുറപ്പ് നിഷേധിക്കുന്നതായി ആരോപിച്ച് വയോധിക പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്തി. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശിയായ ലക്ഷ്മിക്കുട്ടിയമ്മ. തൊഴിലാവശ്യപ്പെട്ട് ഇവർ സമരം നടത്തിയത് പാമ്പാടുംപാറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ. വണ്ടിപ്പെരിയാർ 63-ാം മൈലിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചത് കോട്ടയം DFOയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലിയുടെ ചികിത്സാ ചിലവുകൾ ഏറ്റെടുക്കുമെന്നും കാട്ടുപോത്തിനെ മേഖലയിൽ നിന്ന് തുരത്തുമെന്നും അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. ഇരട്ടിയാർ ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. കായംകുളം സ്വദേശി അതുൽ ഹർഷാണ് മരിച്ചത്. കാണാതായ അസൗരേഷിനായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഓണ അവധി ആഘോഷിക്കാനാണ് ഇരട്ടിയാർ ചേലക്കക്കവലിയിലെ തറവാട് വീട്ടിലേക്ക് വളകോട് സ്വദേശി അസൗരേഷും കായംകുളം സ്വദേശി അതുൽ ഹർഷും സഹോദരങ്ങളോടൊപ്പം എത്തിയത്. സഹോദരങ്ങളുടെ മക്കളാണ് ഇരുവരും. ബന്ധുക്കളായ 4 കുട്ടികൾ ചേർന്ന് ഇരട്ടിയാർ ഡാമിലേക്ക് കുളിക്കുവാനായി ഇറങ്ങുകയായിരുന്നു. വീടിന്റെ സമീപത്തുള്ള ഡാമിന്റെ ടണൽ പരിസരത്താണ് കുട്ടികൾ കുളിക്കാനായി എത്തിയത്. 2 പേർ വെള്ളത്തിലിറങ്ങിയതോടെ കാൽവഴുതി അപകടം സംഭവിച്ചു. ഇവർ ഒഴുക്കിൽപ്പെട്ടതോടെ കൂടെയുണ്ടായിരുന്ന കുട്ടികൾ നിലവിളിച്ച് ആളുകളെ കൂട്ടി. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് അതുൽ ഹർഷിനെ ടണലിനു സമീപത്തു നിന്ന് കരക്കെടുത്ത ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 10 മണിയോടുകൂടിയാണ് 2 കുട്ടികൾ ടണൽ ഭാഗത്തെ വെള്ളത്തിലേക്ക് പോയത്. അതിലൊരു കുട്ടിയെ ഒരു 10-20 മിനിറ്റിനകം കണ്ടെത്തുകയുണ്ടായി. പക്ഷേ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ കുട്ടി മരണപ്പെട്ടിരുന്നു. മറ്റൊരു കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമാണ്. ഇരട്ടിയാർ ടണലിൻ്റെ ഭാഗത്തും അഞ്ചലിലെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലും പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓണം അവധിക്ക് വേണ്ടിയിട്ട് വീട്ടിലെത്തിയതായിരുന്നു. ഒരു കുട്ടി കായംകുളത്തുള്ളതും ഒരു കുട്ടി ഉപ്പുതറ സ്വദേശിയുമാണ്. നമുക്ക് ഏതായാലും വളരെയേറെ വേദനാജനകമായ ഒരു സംഭവമായി പോയി. അപ്പോൾ ഒരാളെ കിട്ടി. കുട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്ക് മരിച്ചിരുന്നു. ഒരു കൊച്ച് കാല് വഴുതി പോയപ്പോൾ മറ്റേ കൊച്ച് രക്ഷിക്കാനായി ചാടിയതാണ്. ആ കൂടുതലുണ്ടായിരുന്ന കൊച്ച് ഈ 2 പേര് കുട്ടികൾ പോകുന്ന കണ്ടുകൊണ്ട് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ആ കൊച്ചു അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ആർക്കും അറിയാൻ കഴിയില്ലായിരുന്നു. ആ 2 പിള്ളേരെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. കാറി ബഹളം വെച്ച് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ആ 2 പിള്ളേർ പോയതായി ഞങ്ങൾ മനസ്സിലാക്കിയത്. കൂട്ടത്തിലുണ്ടായിരുന്ന അസൗരേഷിനെ കണ്ടുകിട്ടിയില്ല. നാട്ടുകാരും തുടർന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇരട്ടിയാർ ഡാമിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കാണാതായതോടെ അഞ്ചുരുളി ടണൽ പരിസരത്തേക്കും തിരച്ചിൽ നീട്ടി. തിരച്ചിലിനായി സ്കൂബ ടീമും എത്തിയിട്ടുണ്ട്. കായംകുളം സ്വദേശി പൊന്നപ്പന്റെയും രജിതയുടെയും മകനാണ് മരിച്ച അതുൽ ഹർഷ്. ഉപ്പുതറ സ്വദേശി രതീഷ് സൗമ്യ ദമ്പതികളുടെ മകനാണ് കണ്ടെത്താനുള്ള അസൗരേഷ്. കുട്ടിക്കായുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. എറണാകുളത്തു നിന്നും എത്തിച്ച നൈറ്റ് വിഷൻ ഡ്രോണുകൾ ഉപയോഗിച്ചും പരിശോധന നടത്താൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. അടുത്ത ദിവസം കുട്ടിക്കായുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കും. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. UDFന്റെയും BJPയുടെയും അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. നിലവിൽ 18 വാർഡുകളിലുള്ള വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ LDFന് 8 അംഗങ്ങളും UDFന് 6 അംഗങ്ങളും 3 BJP അംഗങ്ങളും 1 സ്വതന്ത്രനുമാണ് ഉള്ളത്. തുടക്കത്തിൽ പ്രസിഡന്റായിരുന്ന CPMന്റെ CB എബ്രഹാമിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ശേഷം UDFന്റെയും BJPയുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗമായ സുരേഷ് മാനങ്കേരി പ്രസിഡന്റാവുകയായിരുന്നു. പ്രസിഡന്റിനെതിരെ വികസന മുരടിപ്പും അഴിമതിയും ഫണ്ടുകൾ പാഴാക്കിയതും ചൂണ്ടിക്കാട്ടിയാണ് ഇടതംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്ത കമ്മിറ്റിയിൽ നിന്നും UDFന്റെയും BJPയുടെയും അംഗങ്ങളും പ്രസിഡന്റും വിട്ടുനിന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ആവശ്യമായ അംഗബലം ഇല്ലാതിരുന്നതിനാൽ വരണാധികാരി പ്രമേയം തള്ളിക്കളയുകയും ചെയ്തു. LDFിലെ 8 അംഗങ്ങൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പണത്തിന്റെ അതിപ്രസരവും UDF BJP കൂറുമുന്നണിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഫലമാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. ഈ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലമായി UDFും BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു കൂറുമുന്നണിയുണ്ട്. അവർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ
വാർഡിലെ വോട്ട് BJP ചെയ്യും, ബ്ലോക്കിലോട്ടും ജില്ലാ പഞ്ചായത്തിലോട്ടും കോൺഗ്രസിന് ചെയ്യും. പല തെരഞ്ഞെടുപ്പുകളിലും ഇത് നമുക്കെല്ലാം അനുഭവമാണ്. ചില വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തുകയില്ല, BJP ഉള്ള വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും പലപ്പോഴും നിർത്താറില്ല. അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊടുക്കാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ഒരു മുൻ ഭരണസമിതി, പ്രത്യേകിച്ച് ഞാൻ പ്രസിഡന്റിൽ നിന്ന് മാറിയതിന് ശേഷം കടുത്ത അഴിമതിയാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മെമ്പറെ തന്നെ പഞ്ചായത്തിൽ ഏജന്റാക്കി മുന്നിട്ടുകൊണ്ട് വരുന്ന ആളുകളിൽ നിന്നും മുഴുവൻ പേരിൽ നിന്നും വലിയ തോതിൽ പണമാണ് മേടിക്കുന്നത്. പഞ്ചായത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലും ഓർഡറും ഇല്ല. ഒരാൾ പോലും പറഞ്ഞാലും കേൾക്കില്ല. ഒരു വല്ലാത്ത അവസരമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഞാനുള്ള സമയത്തിന് അതെല്ലാം കൃത്യമായി പഞ്ചായത്തിൽ ഫയലുകൾ പെൻഡിങ് ഇല്ലാത്തതിന് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായി നമുക്ക് ഒരു ഫയൽ പോലും പെൻഡിങ് ഇല്ലാന്ന് പറഞ്ഞ് അവാർഡ് കിട്ടിയ പഞ്ചായത്താണ് ആ സമയത്ത്. പക്ഷേ ഇന്ന് മുഴുവൻ ഫയലുകളും പെൻഡിങ്ങായി കിടക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ മേഖലയാണോ കൈയിട്ട് വരാൻ പറ്റുന്നത് ആ മേഖല മുഴുവൻ കൈയിട്ട് വരികയാണ്. ഇറച്ചിക്കട ലേലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷം 27 ലക്ഷം രൂപയ്ക്ക് ഇറച്ചിക്കട ലേലം പോകുന്നു, പിറ്റേ വർഷം 35 ലക്ഷം രൂപയ്ക്ക് പോകുന്നു. എന്നാൽ ഈ തനത് വർഷത്തിൽ ചില ഇറച്ചിക്കട 7 ലക്ഷം രൂപയ്ക്ക് പോകേണ്ട ഇറച്ചിക്കട ലേലം പോലും ചെയ്യാതെ ഇറച്ചി വെട്ടിക്കുകയാണ്, വലിയ തോതിൽ പൈസ മേടിച്ചുകൊണ്ട്. അപ്പോൾ അവിശ്വാസമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിനി തുറന്നു വെട്ടണമെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാശ് മേടിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ മെമ്പർമാരെ വിലക്കെടുത്തിട്ടാണ് അവിശ്വാസം പാസ്സാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചത്. വലിയ തോതിലുള്ള അവിശ്വാസം പാസ്സാകാതിരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ അഴിമതിയാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതിക്കെതിരെ അനാവശ്യമായി നടത്തുന്ന കുപ്രചരണങ്ങളെയും ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന പ്രമേയം പരാജയപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണസമിതിക്കെതിരെ LDFിൻ്റെ കുറേ കുപ്രചരണങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ നിരവധി മേഖലകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങളുമായി LDF മുമ്പോട്ട് വന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരും കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ അവരുടെ ജനപ്രതിനിധികളായിട്ട് UDF മെമ്പർമാർ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പണ്ടമേട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരവും നേടിയെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലം ഫണ്ടുകൾ നൽകാതെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചതിന്റെ ജാള്യത മറയ്ക്കാൻ LDF നടത്തിയ നീക്കമാണ് പരാജയപ്പെട്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി പറഞ്ഞു. ഈ കുറഞ്ഞ ചെലവിലുള്ള ഫണ്ടുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ആ പ്രവർത്തനത്തിലൂടെ അവർക്ക് പരാജയം ഏറ്റുവാങ്ങുന്നത് LDFിന് മനസ്സിലാക്കിയതുകൊണ്ട് അവർ മറ്റുള്ള മെമ്പർമാരെ കൂട്ടുപിടിച്ച് അവരുടെ കൂട്ടത്തിൽ നിൽക്കും എന്ന് കരുതിയാണ് അവർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഈ കുതിരക്കച്ചവടം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചാണക്കുഴി ചാടാൻ തയ്യാറാക്കുക. കാരണം ഇതുപോലെ സംസ്ഥാനം മുടിച്ചു ഭരിച്ച ഒരു ഭരണം ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് 1 രൂപ ഫണ്ടില്ലാതെ സർക്കാർ അറിയുമ്പോൾ സഹാക്കന്മാർ 10 ലക്ഷം 20 ലക്ഷം രൂപ ബായിക്ക് വെച്ചുകൊണ്ടാണ് ഓരോ മെമ്പർമാരെ വീടുകളിൽ കയറി ഇറങ്ങുന്നത്. ഇവർക്ക് ഈ ഭരണമൊക്കെ ഉണ്ടായി. ഇവര് ഇപ്പോഴും ഈ അനീതിക്കല കൂട്ടത്തിലിരിക്കുന്നത്. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന പണ്ടമേട് പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എന്താണ് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? പണ്ടമേട് ഗ്രാമപഞ്ചായത്ത് അഴിമതിയാണ്. എന്ത് അഴിമതി? സർക്കാരിന്റെ ഫണ്ടില്ലാത്തതിന്റെ കാരണം സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഫണ്ടില്ല എന്നുള്ളത് അറിയിക്കാതിരിക്കുവാൻ വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പത്രസമ്മേളനം. സർക്കാരിന്റെ ഫണ്ട് ലാപ്സാക്കി. എവിടെ ലാപ്സാക്കി? സർക്കാരിന് ഫണ്ടുണ്ടായിട്ടില്ലേ ലാപ്സാക്കത്തുള്ളൂ. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 3ാമത്തെ തവണയാണ് വണ്ടൻമേട് പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം നടക്കുന്നത്. തൊഴിലുറപ്പ് നിഷേധിക്കുന്നതായി ആരോപിച്ച് വയോധിക പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്തി. നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശിയായ ലക്ഷ്മിക്കുട്ടിയമ്മയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തൊഴിൽ ആവശ്യപ്പെട്ട് ഇവർ പാമ്പാടുംപാറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് സമരം നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നടക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് പരാതി നൽകിയതോടെ തനിക്ക് തൊഴിലുറപ്പ് നിഷേധിക്കുന്നതായാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഇതോടെ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്താൻ നിർബന്ധിതയാവുകയായിരുന്നുവെന്ന് ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നു. അങ്ങനെ ഞാൻ കളക്ടർക്ക് കൊടുത്തു, MGNREGയിൽ കൊടുത്തു, പ്രധാനമന്ത്രിക്ക് കൊടുത്തു, അങ്ങനെ എല്ലാവർക്കും എവിടേക്ക് കൊടുക്കാൻ കൂടെ എല്ലാം ഞാൻ പരാതി കൊടുത്തു. എന്നെ മാത്രം പണിയിക്കില്ല. എന്റെ വീടിനടുത്ത് പണി വന്നിട്ട് എനിക്ക് 2 കാലും വയ്യാതെ നീര് പിടിച്ച് തുണി വെച്ച് ചുറ്റി ഞാൻ പണിക്ക് ചെന്നിട്ട് ഒന്ന് ആശുപത്രി പോകാൻ എന്നെ ഈ സോമി എന്ന് പറയുന്ന സ്ത്രീ വിട്ടില്ല. ആ സ്ത്രീയുടെ പറമ്പിലാണ് ഈ 60 സെന്റ് സ്ഥലത്ത് 1118 പണി ചെയ്യാന് ഈ പഞ്ചായത്തും ഈ കൃഷി ഓഫീസറും കൂടെ അനുവദിച്ചേക്കുന്നത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇത്രയും നാളും
എനിക്ക് പണി തരാത്തതിൻ്റെ 2023 1-ാം മാസത്തിൽ അപേക്ഷ വെച്ചിട്ട് എനിക്ക് പണി തരാത്ത അന്ന് മുതലുള്ള ശമ്പളം എനിക്ക് വേണം. എനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. എൻ്റെ പെൺകുഞ്ഞാണ് എന്നെ നോക്കുന്നത്. എനിക്ക് കൊളസ്ട്രോളുണ്ട്, പിന്നെ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, മുട്ട് രണ്ടും വയ്യ എനിക്ക് നടക്കാൻ, ശ്വാസകോശം ചുരുങ്ങുന്നു. ഇതിനെല്ലാം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലക്ഷ്മിക്കുട്ടിയമ്മയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തൊഴിലുറപ്പ് സംബന്ധിച്ച് ഇവരെ അറിയിച്ചിട്ടും പങ്കെടുത്തില്ലെന്നും തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ പറയുന്നു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ താമസിക്കുന്ന ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന് പറയുന്ന വ്യക്തി നൽകിയിരിക്കുന്ന പരാതി തീർത്തും അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ സാമ്പത്തിക വർഷം 15/8/24 മുതൽ 21/8/24 വരെ ഈ വ്യക്തി തൊഴിലിന് അപേക്ഷ വെച്ചത് പ്രകാരം തൊഴിൽ നൽകുകയും ഈ ഓഫീസിൽ നിന്ന് നമ്മൾ വിളിച്ചറിയിക്കുകയും ചെയ്താണ്. എന്നിട്ട് ഈ വ്യക്തി ഈ ദിവസങ്ങളിൽ തൊഴിലിന് ഇറങ്ങിയിട്ടില്ല. അതുമല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷം 85 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ വ്യക്തിയാണ് ലക്ഷ്മിക്കുട്ടിയമ്മ. തൊഴിൽ സംബന്ധിച്ച് തന്നെ അറിയിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ആരോപണം. ഏക വരുമാന മാർഗമാണ് തൊഴിലുറപ്പെന്നും നഷ്ടമായ തൊഴിൽ ദിനങ്ങളുടെ കൂലി നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ 63-ാം മൈലിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. കോട്ടയം DFOയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്നും കാട്ടുപോത്തിനെ മേഖലയിൽ നിന്നും തുരത്തുമെന്നും അധികൃതർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ 63-ാം മൈലിലെയും സമീപ പ്രദേശങ്ങളിലെയും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് കർഷക കൂട്ടായ്മ അറിയിച്ചതോടെയാണ് കോട്ടയം DFIയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സ്ഥലത്തെത്തി കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തുന്ന കാട്ടുപോത്തുകളെ തുരത്തുകയോ മയക്കുവെടിവെച്ച് മാറ്റുകയോ ചെയ്യണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കാട്ടുപോത്തുകളുടെ ശല്യത്തിന് പരിഹാരം കാണുന്നതിനായി ആദ്യപടിയെന്നോണം വനാതിർത്തികളെ സന്ദർശിച്ച RRT ടീമിനെ നിയോഗിച്ച് പരിശോധന നടത്തിയ ശേഷം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടാതെ കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളിയുടെ ചികിത്സാ ചിലവുകൾ ഏറ്റെടുക്കുമെന്നും കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എനിക്കാണ് ഇവിടെ ഒരു അതിദാരുണമായിട്ടൊരു സംഭവം ഉണ്ടായി. ഒരു 65 വയസ്സുള്ള ചേച്ചിയെ ഒരു കാട്ടുപോത്ത് ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. ഭാഗ്യം കൊണ്ട് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ പ്രദേശവാസികളുമായിട്ടുള്ള ചർച്ച നടത്തി. ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞങ്ങൾ രാവിലെ ഒരു യോഗം നടത്തി അത് പ്രകാരം തീരുമാനമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ അവരുടേതായ ഭാഗത്തുനിന്ന് വന്ന ആവശ്യങ്ങൾ പ്രധാനമായിട്ടും ഈ കാട്ടുപോത്തിന് അതിൽ അക്രമകാരിയായ ഒരു പ്രത്യേകിച്ചും ഐഡൻറ്റിഫൈ ആവുന്ന ഒരു കാട്ടുപോത്തുണ്ട്. അതിനെ ഇവിടുന്ന് മാറ്റിയേ തീരുള്ളൂ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. അപ്പോൾ ആ കാട്ടുപോത്തിനെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 3-4 കാട്ടുപോത്തിനെയാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഈ കൃഷിയുടെ ഏരിയയിലുള്ളത്. അപ്പോൾ അതിനെ ഒന്നിനെയല്ല എല്ലാത്തിനും തന്നെ നമ്മളിവിടുന്ന് ഒരു ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ അതിനെ ഡ്രൈവ് ചെയ്തത്. അതായത് അതിനെ തിരിച്ച് ഒരു 1.5 കിലോമീറ്റർ കാട്ടിൽ നിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത്. തിരിച്ച് അതിനെ കാട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി നാളെ തന്നെ ആരംഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തൊട്ട് 2 ടീമുണ്ടാവും ഫീൽഡിൽ. ഈ 2 ടീം ഓർഡർ ചെയ്തിരിക്കും. അതിന് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഇതിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഈ കാട്ടുപോത്തിനെ നിരീക്ഷിച്ച് അതിനെ തിരിച്ച് അപ്പുറത്ത് പടക്കും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അപ്പുറത്തേക്ക് ഓടിച്ചു വിടുന്നതിനുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കാതെ വന്ന ഈ അപകടകാരിയായ കാട്ടുപോത്ത് തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മുഖ്യ വന്യജീവി വനപാലകനുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങി അതിനെ മയക്കുവെടി വെച്ച് ഈ സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനമായിട്ട്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തോണ്ടിയാർ വനാതിർത്തി മേഖലകളിൽ പരിശോധന നടത്തി. വയനാട് പുനരധിവാസ നിധിയിൽ അഴിമതി കാട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തത്തിന്റെ പേരിൽ പാവങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ കേരളത്തിന് അപമാനമാണെന്നും തോമസ് രാജൻ ആരോപിച്ചു. ശബന്തീനി കഴുകന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ശബന്തീനി കഴുകനായി സഖാവ് പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. എത്രയാണ് കണക്ക് ഇവിടെ സിജു ഇവിടെ സൂചിപ്പിച്ചു. ശവമടക്കിയതിന് ഒരാൾക്ക് 75,000 രൂപ എന്ന് പറയുമ്പോൾ 200ഓളം ആളുകളുടെ ശാരീരിക അവശിഷ്ടങ്ങൾ മാത്രമാണ്. ഒരു കൈ കൊണ്ടുപോയി ഒരു ചെറിയ കുഴി കുത്തി അതിനകത്ത് അടക്കുമ്പോഴും അതും ഒരു മൃതശരീരമായിട്ടാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്.
ആ ഒരു മൃതശരീരം അടയ്ക്കുന്നതിന് പോലും 75,000 രൂപ ചെലവായി എന്ന് പറയുമ്പോൾ വെള്ളം വാങ്ങിക്കൊടുത്തതിന് 10 കോടി രൂപയായി എന്നാ പറയുന്നത്. അവിടെയുള്ള ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന് 10 കോടി രൂപ ചെലവായി എന്നാ പറയുന്നത്. അവിടെ ക്യാമ്പുകളിലെത്തിയ ആളുകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി 11 കോടി രൂപ ചെലവായി എന്നാണ് സർക്കാർ കോടതിയിൽ കൊടുത്ത കണക്ക്. ഇവിടെ വെറുതെ പറയുന്ന കണക്കല്ല. ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഗവൺമെന്റ് കൊടുത്ത കണക്ക് ഹൈക്കോടതി അതിന്റെ നിഗമനങ്ങൾ ഉൾപ്പെടെയുള്ളവ നടത്തി പുറത്ത് വിവരാവകാശം വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് വന്ന കണക്കാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ. ഇത് എല്ലാം കൂടി കൊടുത്ത കണക്കിന്റെ കണക്ക് കേൾക്കുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ മരിച്ചുപോയ 600 700 വയനാട്ടിലെ പാവപ്പെട്ട മരിച്ചുപോയ ആളുകളുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും സഖാവ് പിണറായി വിജയനും കൂടി കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്ന ദുഃഖകരമായ സത്യം, ആ സത്യത്തിന് മുമ്പിലുള്ള ജനതയുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സമരമുഖവുമായി കടന്നു വന്നിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തന്റെ പേരിൽ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വൈദികൻ രംഗത്ത്. യാക്കോബായ സഭയിലെ വൈദിക പ്രതിനിധിയായ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ ബിനോയ് ചാത്തനാട്ടാണ് നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ പേരിൽ അശ്ലീല വാട്സാപ്പ് ചാറ്റ് പ്രചരിപ്പിച്ച സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വൈദികൻ ആവശ്യപ്പെട്ടു. ഞാൻ ഈ ഇടവകയുടെ വികാരിയായിരിക്കുമ്പോൾ പബ്ലിക്കിൽ ഇങ്ങനെയുള്ളതായ ഒരു ന്യൂസ് പ്രചരിക്കുന്നത് സഭയ്ക്കും ഇടവകയ്ക്കും മാനഹാനി ഉണ്ടാക്കുന്നതാണ് എന്ന് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം എന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തു. എങ്കിൽ തന്നെയും അതിന് ആവശ്യമായിട്ടുള്ളതായ ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടാകാത്തതിനാൽ ഞാൻ ഇടുക്കി SP നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുകയും SP നിർദ്ദേശാനുസരണം സൈബർ സെൽ അന്വേഷിച്ചതിന്റെ പ്രകാരം എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യപ്പെട്ട് എൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ആ ഫോട്ടോ വെച്ച് ഒരു വ്യാജ ID ഉണ്ടാക്കി ആ വ്യാജ IDയിലൂടെ ഞാൻ എന്ന വ്യാജേന കുറേ സ്ത്രീകളെ ഫ്രണ്ട് റിക്വസ്റ്റ് ചേർത്ത് അതിൽ അംഗങ്ങളാക്കുകയും അങ്ങനെ ആ സ്ത്രീകളോട് സെക്സ് ചാറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സൈബർ സെല്ല് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ കണ്ടെത്തിയതും പ്രകാരം എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ എറണാകുളം വില്ലേജിൽ കലൂർ ഭാഗത്ത് ആസാദ് റോഡിൽ SNDPക്ക് സമീപം പണിക്കൻപറമ്പിൽ വീട്ടിൽ മുകുന്ദൻ മകൻ 35 വയസ്സുള്ള നിഖിൽ PM ടിയാന്റെ കൈവശമുള്ള സാംസങ് M31 മോഡലിലുള്ള ഫോണിൽ നിന്നും കോട്ടയം കറുകച്ചാലിലുള്ള 29-കാരിയുമായി അശ്ലീല ചാറ്റുകൾ നടത്തിയെന്ന് സൈബർ സെല്ല് അന്വേഷിച്ച് കണ്ടെത്തി. പ്രതിക്കെതിരെ അന്തിമ കുറ്റപത്രം തയ്യാറാക്കി തൊടുപുഴ CJM കോടതിയിൽ C6812/024 നമ്പറായി വിചാരണ നടന്നു വരികയാണ്. ഒരു പുരോഹിതനായിരിക്കുന്ന 28 വർഷത്തോളം പുരോഹിതനായി നല്ല രീതിയിൽ ശുശ്രൂഷിച്ചു വരുന്ന ഹൈറേഞ്ച് മേഖലയിൽ മിക്കവാറും പള്ളികളിലൊക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നതായ എനിക്ക് സമൂഹത്തിലുണ്ടായിട്ടുള്ളതായ മാനഹാനി അത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പത്രസമ്മേളനം വിളിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. വണ്ടിപ്പെരിയാർ 62-ാം മൈലിലും കുമളി 66-ാം മൈലിലും ഉണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർക്ക് പരിക്ക്. വണ്ടിപ്പെരിയാർ 62-ാം മൈൽ കലാം നഗറിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചും കുമളി 66-ാം മൈലിന് സമീപം നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. മലപ്പുറത്തു നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന കാറും വണ്ടിപ്പെരിയാറിൽ നിന്നും 62-ാം മൈലിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് 62-ാം മൈലിന് സമീപം കൂട്ടിയിടിച്ചത്. യാത്രക്കാരെ കയറ്റുന്നതിനായി ഓട്ടോറിക്ഷ നിർത്തിയപ്പോൾ പിന്നിൽ നിന്നും എത്തിയ കാർ ഓട്ടോറിക്ഷയുടെ പിൻവശത്ത് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു.
ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുമളി 66 മൈലിനു സമീപം നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. എതിരെ വന്ന KSRTC ബസ്സിന് സൈഡ് നൽകുന്നതിനിടയിലാണ് കാർ കുഴിയിലേക്ക് മറിഞ്ഞത്. കായംകുളത്തു നിന്നും കുമളിയിലേക്ക് വരികയായിരുന്ന ഒരു കുടുംബത്തിലെ 4 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗണിൽ പുതിയതായി നിർമ്മിച്ച കലുങ്കിനോട് ചേർന്ന ഭാഗത്തെ സംരക്ഷണ ഭിത്തിയുടെ കൽക്കെട്ട് തള്ളിയതായി പരാതി. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ കൽക്കെട്ടിന് തകരാർ സംഭവിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടൗൺ വികസനത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടയിൽ പഴയ കലുങ്ക് പൊളിക്കുകയും വീതിയും നീളവും കൂട്ടി പുതിയ രീതിയിൽ കലുങ്ക് നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് കലുങ്കിനോട് ചേർന്ന ഭാഗത്ത് പഴയ കൽക്കെട്ടുകൾ പൊളിച്ച് പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും അതിന് മുകളിലൂടെ കോൺക്രീറ്റ് ബെൽറ്റ് വാർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിർമ്മാണം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ കൽക്കെട്ട് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാട്ടുകെട്ട ടൗണിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഒരു കലുങ്ക് നിർമ്മാണം ആരംഭിച്ചത്. ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നിലവിലുള്ള ഒരു ഓടയുമായി ഒരു സൈഡ് വാള് വാർക്കുകയും എന്നാൽ മറ്റൊരു സൈഡ് കൽക്കെട്ടാണ് നിർമ്മിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയത്ത് ഈ കൽക്കെട്ട് തള്ളിപ്പോവുകയും നിലവിൽ ഭീതി ജനിപ്പിക്കുന്ന വിധം അപകടമായ രീതിയിൽ നിൽക്കുക. മേലധികാരി അടിയന്തരമായി ഇടപെട്ട് ഈ കൽക്കെട്ട് പൊളിച്ചു നീക്കി പുതിയൊരു വാള് വാർന്ന ഒരു വലിയ സ്ഥിരമായ സംവിധാനത്തിൽ ഒരു ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമെന്നാണ് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിലെ അപാകതയും അശാസ്ത്രീയതയുമാണ് ഇത്തരത്തിൽ കൽക്കെട്ട് പൊളിയാൻ കാരണമെന്നാണ് ആരോപണം. കൽക്കെട്ട് ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് അധികൃതർ ഇടപെട്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്ക് KPCC നിർമ്മിച്ചു നൽകുന്ന 100 വീട് പദ്ധതിയുടെ ധനസമാഹരണത്തിനായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസവും പാട്ടും എന്ന പേരിൽ ചലഞ്ച് സംഘടിപ്പിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായവരെ സഹായിക്കുവാൻ KPCC നിർമ്മിച്ചു നൽകുന്ന 100 വീട് പദ്ധതിക്ക് ധനസമാഹരണം നടത്തുന്നതിനായാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസവും പാട്ടും എന്ന പേരിൽ ചലഞ്ച് സംഘടിപ്പിച്ചത്. നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി 1 ലക്ഷം രൂപ സമാഹരിച്ച് നൽകുന്നതാണ് KPCC ആവശ്യപ്പെടുന്നത്. 100 വീടുകൾ നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. അതിൽ നിന്ന് പണം പിരിക്കുന്നതിനേക്കാൾ എളുപ്പമായി പ്രവൃത്തിയിലത്ര എളുപ്പമല്ലെങ്കിലും ആയുസ്സും കൊടുത്ത് അവരിൽ നിന്ന് ചെറിയ സംഭാവനകൾ വാങ്ങിക്കാനുള്ള ഒരു സംരംഭത്തിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. സ്റ്റേഡിയത്തിൽ വെച്ച് അപ്പോൾ തയ്യാറാക്കുന്ന പായസം നഗരത്തിൽ വിതരണം നടത്തി. നാടൻപാട്ട് കലാകാരൻ അജീഷ് തായില്യവും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് ശ്രദ്ധേയമായി. KPCC സെക്രട്ടറി തോമസ് രാജൻ ജിതിൻ കൊല്ലംകുടിക്ക് പായസം നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ജോണി കുളമ്പള്ളി, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, ഷമീജ് കെ ജോർജ് തുടങ്ങിയ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം കട്ടപ്പന നഗരസഭയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ലോഗോ പ്രകാശനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തും. ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനമാണ് നഗരസഭയിൽ നടന്നത്. ചെയർപേഴ്സൺ ബീന ടോമി ലോഗോ പ്രകാശനം നിർവഹിച്ചു. നഗര ഗ്രാമപ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ നിലവാരം വിലയിരുത്തുന്ന സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിലെ വിലയിരുത്തൽ മാനദണ്ഡങ്ങളിൽ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്ന ഘടകമാണ് സ്വച്ഛതാ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ. ക്യാമ്പയിൻ വിജയകരമായി നടത്തുന്നതുവഴി സർവേഷൻ റാങ്കിങ്ങിൽ വലിയ രീതിയിൽ നഗരസഭയ്ക്ക് മുന്നേറാൻ സാധിക്കും. ഇതിനായി വിവിധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന
കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സുറിയ ക്യാമ്പയിന്റെ തുടക്ക പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. അയ്യപ്പൻകോവിൽ മലയോര ഉണർവ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു. അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടും പ്രവർത്തിക്കുന്ന മലയോര ഉണർവ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗമാണ് നടന്നത്. അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും അടങ്ങുന്ന ഈ മലയോര ഉണർവിന്റെ മുഴുവൻ ടീമും ഇന്ന് ഇവിടെ സന്നിഹിതരാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ പല തവണയായിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഈ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഭാഗത്തെ കർഷകർക്ക് വളരെയധികം നല്ല സേവനങ്ങൾ നൽകി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മലയോര ഉണർവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കമ്പനിയുടെ ഒരു വർഷത്തെ പ്രവർത്തനവും ലാഭവിഹിതങ്ങളെപ്പറ്റിയുള്ള വരവ് ചിലവ് കണക്കുകളും പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു. തുടർന്ന് കർഷകർക്കുള്ള വാഴ വിത്ത് വിതരണവും ബോധവൽക്കരണ സെമിനാറുകളും ഷെയർ വിതരണവും നടന്നു. പരിപാടിയിൽ കമ്പനി ചെയർമാൻ രാജേന്ദ്രൻ മാരിയിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വി ടി, ജോസഫ് കെ എസ്, മെഴ്സി ജോർജ്, തോമസ് എം എം, സനൂപ് സുരേന്ദ്രൻ, ബെർലി ജോസഫ് എന്നിവർ സംസാരിച്ചു. അടിമാലി ടൗണിൽ നിന്നും അപ്സരക്കുന്ന് വഴി കുരങ്ങാട്ടി മേഖലയിലേക്ക് പോകുന്ന റോഡിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം. മദ്യപരുടെയും സാമൂഹിക വിരുദ്ധരുടെയും മറ്റും സാന്നിധ്യം റോഡിൽ വർദ്ധിച്ചു വരുന്നുവെന്നാണ് പരാതി. ഇത്തരം ആളുകളുടെ സാന്നിധ്യമേറിയതോടെ നേരമിരണ്ടാൾ സ്ത്രീകളും കുട്ടികളുമൊക്കെ യാത്രയ്ക്കായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ടെന്നും പരാതി ഉയരുന്നു. അടിമാലി ടൗണിൽ നിന്നും തലമാലി, കുരങ്ങാട്ടി, മാങ്കുളമടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് അപ്സരക്കുന്ന് വഴിയുള്ള റോഡ്. ഈ റോഡിലാണ് മദ്യപരുടെയും സാമൂഹിക വിരുദ്ധരുടെയും സാന്നിധ്യം വർദ്ധിക്കുന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത്. ഇത്തരം ആളുകളുടെ സാന്നിധ്യമേറിയതോടെ നേരമിരണ്ടാൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇതുവഴി യാത്രയ്ക്കായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് റോഡിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അടിമാലി പട്ടണത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ദിവസം തോറും വ്യാപകമായി മദ്യപാന്മാരുടെ ശല്യവും മറ്റ് അസാന്മാർഗമായ രീതിയിലേക്ക് ടൗണിൻ്റെ പരിസര പ്രദേശങ്ങൾ മാറുകയാണ്. പ്രധാനമായും അടിമാലി അപ്സര കുന്നുവഴി കുരങ്ങാട്ടിലേക്ക് പോകുന്ന ഭാഗം, ആ കയറ്റം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കും ഉയർന്നവർക്കൊന്നും ആ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്യപിക്കുകയും കഞ്ചാവും ഇതെല്ലാം വലിച്ച് വലിയ രൂക്ഷമായ പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അടിയന്തരമായി ആ പ്രദേശത്തേക്ക് പോലീസിന് ശ്രദ്ധ ഉണ്ടാകുകയും രാത്രി കാലങ്ങളിൽ ആ പ്രദേശം ഉൾപ്പെടെ ടൗണിൻ്റെയും മറ്റ് ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ രാത്രികാല പെട്രോളിംഗ് ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. രാത്രി തന്നെയുമല്ല, പകൽ സമയങ്ങളിൽ ആ പ്രദേശത്ത് ഒരു പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായകരമായ രീതിയിലേക്ക് നമുക്ക് മാറ്റാം. നിരവധിയായ സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനടയായി സഞ്ചരിക്കുന്ന വഴി കൂടിയാണിത്. വിനോദസഞ്ചാരികളും ഇതുവഴി എത്താറുണ്ട്. നേരമിരുളുന്നതോടെ വെളിച്ചമില്ലാത്ത ചിലയിടങ്ങളിൽ പരസ്യ മദ്യപാനം നടക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുരങ്ങാട്ടി മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് റോഡിൽ പോലീസ് പെട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. SNDP യോഗം ശാന്തൻപാറ ശാഖായോഗത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സുവർണ ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണ ഘോഷയാത്രയും നടന്നു. രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം 1805 നമ്പർ ശാന്തൻപാറ ശാഖായോഗം പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സുവർണ ജൂബിലി സ്മാരക മന്ദിരം പണി കഴിപ്പിച്ചത്. 100ാമത് കുടുംബ സംഗമത്തിൽ എടുത്ത തീരുമാനമാണ് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നത്. സുവർണ ജൂബിലി സ്മാരക മന്ദിര സമർപ്പണത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ശാന്തൻപാറ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ശാന്തൻപാറ ടൗൺ ചുറ്റി സ്മാരക മന്ദിരത്തിന് മുൻപിൽ സമാപിച്ചു. ശാഖായോഗം പ്രസിഡന്റ് KT സജീവിന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ സുവർണ ജൂബിലി സ്മാരക മന്ദിരം നാടിനായി സമർപ്പിച്ചു.
SNDP മുൻപോട്ട് വയ്ക്കുന്ന കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ശ്രീനാരായണീയർ കാഴ്ചവെക്കുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നോട്ട് വയ്ക്കുന്ന കർമ്മ പദ്ധതികൾ അത് വളരെ ശക്തവും സജീവവുമായി നടപ്പിലാക്കുവാൻ ഇവിടുത്തെ ശ്രീനാരായണ സുഗുണം SNDP യോഗത്തിന്റെ പ്രവർത്തകർ കാഴ്ചവെക്കുന്ന പ്രവർത്തനം, അത് സമീപനം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നും മാതൃകയാണ്. അത് അഭിനന്ദിക്കേണ്ടതാണ്. നവീകരിച്ച ശാഖായോഗം ഓഫീസിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ നിർവഹിച്ചു. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് G അജയൻ, ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, ശാഖാ സെക്രട്ടറി VN ഉല്ലാസ്, യൂണിയൻ കൗൺസിലർമാർ, വനിതാ യൂത്ത് മൂവ്മെന്റ്, ബാലജന സംഘം പ്രതിനിധികൾ, വിവിധ ശാഖകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയ സഹപാഠികളെ കണ്ടും കെട്ടിപ്പിടിച്ചും കിന്നാരം പറഞ്ഞും ഒരു വട്ടം കൂടി 1982-83 കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. പഴയ ചങ്കുകളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് സ്കൂളിലെ 1983 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സ്നേഹസംഗമം മറക്കാനാകാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. 1ാം തരം മുതൽ 10ാം തരം വരെ ഒന്നിച്ചു പഠിച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. മൺമറഞ്ഞുപോയ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സ്നേഹസംഗമത്തിന് തുടക്കം കുറിച്ചത്. നമ്മുടെ ഇത്രയും കുട്ടികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു. പുള്ളി എല്ലാവരുടെയും നമ്പറുകൾ കണ്ടെത്താനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് പെൺകുട്ടികള് കെട്ടിച്ചുവിട്ടവര് വളരെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെയാണ് അവർ എത്തിച്ചേർന്നിരിക്കുക. വയനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമൊക്കെയുള്ളതായ പെൺകുട്ടികള് ഇന്ന് വളരെ ആവേശത്തോടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ആകാംക്ഷയോടെയാണ് അവർ ഈ ഒരു ദിവസത്തെ നോക്കിയിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 41 വർഷം മുൻപ് ഈ രാജകുമാരി സ്കൂളിൽ പഠിക്കാനായിട്ട് കൂട്ടമായിട്ട് 2500ഓളം കുട്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പാടവരമ്പത്തൂടെയും വയലേലകളിലൂടെയും നാട്ടുപാതകളിലൂടെയും കാട്ടുപാതകളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് അവര് ഈ സ്കൂളിൽ എത്തിച്ചേരുകയും പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ എത്തിച്ചേരുവാനായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചതായ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ആത്മമിത്രങ്ങളെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും സ്നേഹവിരുന്നിൽ പങ്കെടുത്തും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് കൂട്ടുകാർ പിരിഞ്ഞത്. കടപ്പന ജ്യോതിനഗർ SHGയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടന്നു. ആഘോഷ പരിപാടികൾ നഗരസഭാ കൗൺസിലർ ഷജി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളോടെയാണ് ഓണാഘോഷവും കുടുംബസംഗമവും നടന്നത്. അന്യം നിന്നു പോകുന്ന ഓണക്കളികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പുതിയ തലമുറയ്ക്ക് ഓണം നൽകുന്ന മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും സമൂഹത്തിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചതെന്ന് SHG പ്രസിഡന്റ് VD എബ്രഹാം പറഞ്ഞു. SHGക്ക് അപ്പുറത്ത് നമ്മൾ രൂപീകരിച്ചതിനൊരു ആശയമുണ്ടായിരുന്നു. നമ്മുടെ അയൽവാസികളൊന്നും ചേർന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ ഒരു ഒരുമ വർദ്ധിപ്പിക്കുന്ന ഒരു SHG ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു ആശയം ഇതിലൂടെ ഉണ്ടായത്. നമുക്ക് തൊട്ടടുത്തുള്ള ആള് നമുക്കൊരു ആശയമുണ്ട്, അവർക്ക് നമുക്കൊരു താങ്ങുണ്ടെന്നുള്ളൊരു വിശ്വാസം. ഒരുപക്ഷെ ഹൈറേഞ്ചിൽ ആദ്യം കയറിയപ്പോഴും നമ്മളൊക്കെ ഈ മലയിൽ താമസിക്കുമ്പോൾ അങ്ങേ മലയിൽ ഒരാൾ ഏറുമാടത്തിന്റെ മുകളിലുണ്ടെന്ന് നമ്മുടെ കാർന്നന്മാര് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതാണ് അവിടെ ഇവിടെയൊക്കെ നിലയുറപ്പിച്ചിരുന്നത്. ഇന്ന് ആ സംസ്കാരം മാറി സഹകരണത്തിന്റെ മേഖല കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തില് തൊട്ട അയൽവാസിയെ പോലും അറിയാതെ നമുക്ക് സഹകരിക്കാൻ പറ്റാത്ത സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു പ്രസക്തി, സഹകരണത്തിന്റെ പ്രസക്തി, അയൽവാസികളുടെയും അയൽക്കാരുടെയും സഹകരണത്തിന്റെ പ്രസക്തിയും പ്രത്യേകിച്ച് മാറിയ കാലത്തിനനുസരിച്ച് നമ്മുടെ യുവതലമുറ രാജ്യം വിട്ടുപോകുന്ന ഒരു പ്രത്യേകതയില് ആകുലരായിരിക്കുന്ന മാതാപിതാക്കളും അരക്ഷിതരായിരിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു സംസ്കാരത്തിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസം തന്നെയാണ്, നമ്മുടെ തൊട്ട അയൽവാസി ഉണ്ട്, എന്റെ മോനില്ല, മോളില്ല, ചേട്ടനില്ല, ചേച്ചി ഇല്ല എങ്കിലും തൊട്ട അയൽവാസി ഉണ്ട് എന്നൊരു വലിയ വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ള സന്ദേശമാണ് ഈ SHG കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അതാണ് നമ്മുടെ പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെച്ചത്. ആഘോഷ പരിപാടികൾ നഗരസഭാ കൗൺസിലർ ഷജി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു.
അംഗങ്ങളെല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു, ഓണത്തിൻ്റെ ഒരു പരിപാടി വെച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ, അമ്മമാരുടെ പരിപാടികൾ, അതുപോലെ തന്നെ സഹോദരങ്ങളുടെ ഒക്കെ പരിപാടികൾ വെച്ചു. കാരണം നമുക്ക് ഈ പരിപാടികളെല്ലാം അന്യം വന്നു പോയതാണ്. ഇനിയിപ്പം വരുന്ന വർഷങ്ങളിൽ നമുക്ക് തുമ്പിതുള്ളല്, ഊഞ്ഞാലാട്ടം, അതുപോലെ ബാലുപറിക്ക്, അങ്ങനെ പല പല പരിപാടികൾ വെക്കണം. കാരണം ഇതിൽ നിന്ന് ഇച്ചിരിയും കൂടെ മുൻപോട്ട് നമുക്ക് ഈ SHക്ക് ഉയരാനും അതിനോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള ഈ സഹകരണം ഭയങ്കര വലുതാണ്. നഗരസഭാ മുൻ കൗൺസിലർ സണ്ണി കോലോത്ത് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംഘം സെക്രട്ടറി റോബിൻ ജോസഫ്, ട്രഷറർ ഷിജു ലഹന്നാൻ, വനിതാ SHG പ്രസിഡന്റ് സെലിന തോമസ്, ബെന്നി വർഗീസ്, തങ്കച്ചൻ തച്ചാപറമ്പിൽ, അഭിലാഷ് AS, ഡോക്ടർ വരുൺ എന്നിവർ സംസാരിച്ചു. ഇടുക്കിയിലെ പ്രമുഖ വളം, കൃഷിമരുന്ന് മൊത്ത വ്യാപാരികളായ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഓണം ബൊണാൻസ സ്കീമിന്റെ നറുക്കെടുപ്പ് നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ ഓഫീസിൽ വെച്ചാണ് ഓണം ബൊണാൻസ സ്കീമിന്റെ നറുക്കെടുപ്പ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വൈറ്റ് ഫീൽഡ് എന്ന ഒരു കമ്പനി ഈ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഗുണഭോക്താക്കൾക്കും 50 ലിറ്റർ മരുന്ന് എടുത്തു കഴിഞ്ഞെങ്കിൽ അവർക്ക് ഒരു നറുക്കെടുപ്പുണ്ട്. അപ്പോൾ ഈ നറുക്കെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതാണല്ലോ നോക്കുന്നത്. നമ്മൾ പൈസ അങ്ങോട്ട് മുടക്കിയാൽ നമുക്ക് ഇങ്ങോട്ട് എന്താണ് കിട്ടുന്നതെന്നാണ് ആദ്യം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഗുണഭോക്താക്കളെല്ലാവരും, അത് നമുക്കറിയാം. എല്ലാ വിധത്തിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കമ്പനി ഇങ്ങനെ ഒരു നറുക്കെടുപ്പിലൂടെ അനേകം ആൾക്കാർക്ക് സമ്മാനം നൽകുന്നുണ്ട്. 1ാം സമ്മാനം ലാപ്ടോപ്പാണ്, 2ാം സമ്മാനം മൊബൈൽ ഫോണാണ്. 1ാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ചെയർപേഴ്സൺ ബീന ടോമിയും, 2ാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ഫാദർ ബിനോയ് ജേക്കബും, 3ാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നിയും നിർവഹിച്ചു. വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ പ്രിഫേർഡ് ഡീലർമാരായ മാങ്ങാത്തൊട്ടി കൂട്ടുങ്കൽ അഗ്രോ, തങ്കമണി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അന്യാർതുളു അഗ്രിമേറ്റ് അഗ്രി സൊല്യൂഷൻസ് എന്നിവർ യഥാസമയം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കട്ടപ്പന CSI ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിനോയ് ജേക്കബ്, നഗരസഭാ കൗൺസിലർ സജിമോൾ ഷാജി, വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ സണ്ണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കമ്പനി ജീവനക്കാർ മുഹമ്മദ് സബീബുള്ള, സുനിൽ സക്കറിയ, ബിനോയ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വയനാടിന്റെ ദുരിതപ്പെയ്ത്ത് പാടിയ ഒരു കുടുംബം, പിതാവെഴുതിയ വരികൾ പാടിയത് മക്കളും. ചപ്പാത്ത് പച്ചക്കാട് മുളങ്കാനം ജയനും മക്കളായ ശിവനന്ദ, ദേവനന്ദ, ഗൗരിനന്ദ എന്നിവരും ചേർന്നാണ് പാട്ട് പാടിയത്. പാട്ടിപ്പോൾ വൈറലായി കഴിഞ്ഞു. ജയൻ പഠനകാലത്ത് എഴുതി തുടങ്ങിയതാണ്. നിർധന കുടുംബത്തിൽ ഒരു കുഗ്രാമത്തിൽ താമസിച്ചതിനാൽ ഇതൊന്നും വെളിച്ചം കണ്ടില്ല. പിന്നീട് കാലം കടന്നു പോയപ്പോൾ കുടുംബഭാരം ചുമലിലേറ്റി. ഇതോടെ പെയിന്റിംഗ് തൊഴിൽ തെരഞ്ഞെടുത്തു. എന്നാൽ എഴുത്ത് തുടർന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പാട്ടും എഴുതി മക്കളെ കൊണ്ട് പാടിച്ചു. ഇത് വൈറലാവുകയും ചെയ്തു. മറക്കുവാനാവാത്ത പ്രളയകാലം, ചിങ്ങം പിറന്നപ്പോൾ വന്നൊരോണം, മൂടപ്പിറപ്പുകൾ കൂട്ടിനില്ലാരും. 1000-ഓളം പാട്ടുകൾ എഴുതിയെങ്കിലും സാമ്പത്തിക ബാധ്യത കാരണം ട്യൂൺ ചെയ്ത് പുറംലോകത്തെത്തിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു 4 പാട്ടോളം ചെയ്തിട്ടുണ്ട്. ബാക്കി ഒത്തിരി പാട്ട് എഴുതിയതൊക്കെ ഇരിപ്പുണ്ട്. ചെയ്യാനുള്ള നമുക്കുള്ള പാട്ടുകൾ, ഭക്തിഗാനങ്ങളെ, ഓണപ്പാട്ടുകൾ, അങ്ങനെയൊക്കെ പാട്ട്. സാമ്പത്തികം വേണമല്ലോ, അല്ലെങ്കിൽ സ്പോൺസർമാർ നമുക്ക് ആരെങ്കിലും കിട്ടണം. അങ്ങനെയൊക്കെ നമുക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ തുച്ഛമായ തുകയൊക്കെ മതി. അതുപോലും ഉണ്ടാകുന്നില്ലെന്നാണ് പ്രാരംഭങ്ങളൊക്കെ ഉള്ളത്. പാട്ടെഴുതാൻ പിതാവിന് കഴിവുണ്ട്, പാടാൻ മക്കൾക്കും കഴിയും.
ട്യൂൺ ചെയ്ത പാട്ട് പുറത്തിറക്കാൻ പണം തിരിച്ചടിയാണ്. ജയന്റെ മക്കളായ ഈ പെൺകുട്ടികളുടെയും കഴിവ് പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇവരുടെ പാട്ടുകൾ പുറം ലോകത്തെത്തിക്കുവാൻ സുമനസ്സുകൾ സഹായിച്ചാൽ ഒരു കലാകുടുംബത്തെ ഉയർത്താൻ കഴിയും. അല്ലെങ്കിൽ ഒരു കലാകുടുംബത്തെ സമൂഹത്തിന് നഷ്ടപ്പെടും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 72, വിൽപ്പനയ്ക്ക് വന്നത് 16,187, വിൽപ്പന നടന്നത് 15,758, കൂടിയ വില 2,802, ശരാശരി വില 2,353. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,800, കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 960, കൊക്കോ 70, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,825 രൂപ, വെള്ളി 96. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇരട്ടിയാർ ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. മരിച്ചത് കായംകുളം സ്വദേശി അതുൽ ഹർഷ്. കാണാതായ അസൗരേഷനായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. UDFന്റെയും BJPയുടെയും അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തൊഴിലുറപ്പ് നിഷേധിക്കുന്നതായി ആരോപിച്ച് വയോധിക പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്തി. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശിയായ ലക്ഷ്മിക്കുട്ടിയമ്മ. തൊഴിലാവശ്യപ്പെട്ട് ഇവർ സമരം നടത്തിയത് പാമ്പാടുംപാറ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ. വണ്ടിപ്പെരിയാർ 63-ാം മൈലിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചത് കോട്ടയം DFOയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്നും കാട്ടുപോത്തിനെ മേഖലയിൽ നിന്ന് തുരത്തുമെന്നും അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.